ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ഭയങ്കര രസമുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നേ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ സാബു പറഞ്ഞ കേസാണ്. വേറെയും ചിലരൊക്കെ പറഞ്ഞത് കൊള്ളാം. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. അതായത് ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങളൊരു സൂപ്പർ ഹീറോ ആണെന്ന് കരുതുക. ബിഗ് ബോസിന്റെ കിരീടം നേടാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ പവർ എന്തായിരിക്കും എന്നതാണ് ടാസ്ക്. പലർക്കും ഈ ഒരു ടാസ്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല. മനസ്സിലായവരിൽ ഒരാൾ നമ്മുടെ സാബു ആണ്. സാബു പറഞ്ഞതെന്ന് പറയുന്നത് ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ടൈം ട്രാവൽ എന്ന് പറയുന്ന സൂപ്പർ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ടാസ്ക് നടക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഇദ്ദേഹം ടൈം ട്രാവൽ നടത്തിയിട്ട് ആരാണ് ആ ടാസ്ക് ജയിക്കുന്നത് എന്ന് മനസ്സിലാക്കും, എങ്ങനെ ജയിക്കുന്നതെന്ന് മനസ്സിലാക്കും. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ആ വ്യക്തി ജയിക്കാതിരിക്കാൻ വേണ്ടി അയാൾ ജയിച്ച രീതി മനസ്സിലാക്കിയിട്ട് ഗെയിം കളിച്ച് ഈ ടാസ്കിൽ പുള്ളി ജയിക്കും. ഇനി അഥവാ പുള്ളി തോറ്റുപോയാൽ വീണ്ടും ടൈം ട്രാവൽ നടത്തി വീണ്ടും വന്ന് വീണ്ടും കളിക്കും, ജയിക്കുന്നവരെ കളിക്കും. അതുപോലെ കളിച്ച് ഫിനാലെ വരെ എത്തും. അപ്പൊ ഇതിനിടയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ്സ് നടന്നു, ഒരു വഴക്ക് നടന്നു, അവിടെ പുള്ളി ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. അപ്പോൾ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും വന്നിട്ട് ആ പോയിന്റ് പറയും. ഇങ്ങനെയാണ് ആ ഒരു സൂപ്പർ പവർ ഉപയോഗിക്കുക. അങ്ങനെ കിരീടം നേടുന്നത് വരെ ഈ ടൈം ട്രാവൽ നടത്തി പുള്ളിക്ക് സൂപ്പർ പവർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് കൊള്ളാം, നല്ല നൈസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അനീഷ് വന്നിട്ട് പറഞ്ഞത്, ഈ എല്ലാവരുടെയും ദേഹത്ത് മൈക്ക് ഊരി മാറ്റാൻ പറ്റുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ, അത് എല്ലാവരുടെയും ദേഹത്ത് ഇളക്കി മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള ഫിക്സ് ചെയ്ത് വയ്ക്കുന്ന ഒരു സൂപ്പർ പവറാണ് തനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എല്ലാം പുറത്തു വരും എന്നാണ് പറഞ്ഞത്. അതല്ല ടാസ്ക് എന്ന് ആ സമയത്ത് ബിഗ് ബോസ് ഇടപെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് നെവിൻ പറഞ്ഞതെന്ന് വെച്ചാൽ, പുള്ളി 2 ആഴ്ച ബിഗ് ബോസിനെ സ്റ്റാച്ചു ആക്കി വെച്ചിട്ട് ബിഗ് ബോസിൻ്റെ ബ്രെയിനകത്തൊക്കെ കയറി ബ്രെയിനിനെ സ്വിച്ച് ചെയ്തിട്ട് മറ്റേ ഫിസിക്കൽ ടാസ്ക് ഒക്കെ എടുത്ത് ഒഴിവാക്കും. അതായത് ബിഗ് ബോസിൻ്റെ തലയിൽ ഇദ്ദേഹത്തിൻ്റെ തലച്ചോറ് കൊണ്ട് വയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ ബിഗ് ബോസിനെ കൊണ്ട് തന്നെ ഫിസിക്കൽ ടാസ്ക് ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് മൈൻഡ് ഗെയിമൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഫൈനൽ 5 പോവുകയും ജയിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആര്യൻ എന്തോ ഒരു ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവറാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ പുള്ളി ഒരാളെ കൺട്രോൾ ചെയ്തിട്ട് ആ ആൾ ക്യാമറയിൽ പോയിട്ട് പറയും, നിങ്ങൾ ആര്യന് വേണ്ടി വോട്ട് ചെയ്യണം, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യരുത്. അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസിനെയും കൺട്രോൾ ചെയ്തിട്ട്, അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിച്ച് അങ്ങനെ ജയിക്കുമെന്നാണ് പറഞ്ഞത്. ആദില പറഞ്ഞത് കണ്ണിൽ നോക്കി മൈൻഡ് കൺട്രോൾ ആക്കുക എന്ന് വെച്ചാൽ, ആദില ഒരാളുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആദില വിചാരിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇപ്പോൾ നോമിനേഷൻ വരുന്ന സമയത്ത് ആദില എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവരുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ആദിലയുടെ പേര് പറയാൻ തോന്നില്ല. അങ്ങനെ മുഴുവൻ ആഴ്ചകളും ആദിലെ ആരും നോമിനേറ്റ് ചെയ്തില്ല. അവസാനം ഫിനാലെ വീക്ക് വരുമ്പോൾ ലാലേട്ടൻ വന്ന് നിൽക്കുമല്ലോ. ഇപ്പോൾ വേറൊരാളായിരിക്കും വിന്നറെങ്കിൽ പോലും ആദിലെ ലാലേട്ടൻ്റെ കണ്ണിൽ ഇങ്ങനെ നോക്കിയിട്ട് ലാലേട്ടൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യും. ലാലേട്ടൻ പെട്ടെന്ന് തന്നെ കപ്പ ആദിലെയാണ് ജയിച്ചതെന്ന് പറഞ്ഞ് ആദിലേക്ക് കൊടുക്കും. അതും കൊള്ളാം. സാബുവിനെ പോലെ തന്നെ, സാബു പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സൂപ്പർ പവറാണിത്, കൊള്ളാം. അടുത്ത് നൂറ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള എല്ലാവരെയും സ്റ്റാച്ചു ആക്കി മാറ്റും, എന്നിട്ട് ഞാൻ കപ്പടിക്കുമെന്നാണ് നൂറ പറഞ്ഞത്. സിമ്പിളാണ് എന്നും പറയുന്നുണ്ട്. അക്ബർ പറഞ്ഞത്, മായാവിയുടെ കയ്യിലുള്ള മാന്ത്രിക വടി ഉള്ള ഒരു വ്യക്തിയാണ് താൻ. തൻ്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് എല്ലാവരെയും കുപ്പിയിലാക്കാൻ പറ്റുന്ന സൂപ്പർ പവറാണ്, കുഴപ്പമില്ല, അതും കുഴപ്പമില്ലാതെ പറഞ്ഞു. അനു പറഞ്ഞത്, BBയിലെ 72 ക്യാമറകളും തന്നെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് താൻ സെറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ പവറാണ് എനിക്കുള്ളതെന്നാണ് അനു പറഞ്ഞത്. ലക്ഷ്മി പറഞ്ഞത്, തെറ്റിദ്ധാരണ മാറ്റുന്ന സൂപ്പർ പവർ ഉണ്ടെന്നാണ്. ഷാനവാസ് പറഞ്ഞത്, സകല ബാങ്കുകളെയും കൊള്ളയടിക്കുന്ന സൂപ്പർ പവറാണെന്നാണ്. സകല ബാങ്കുകളെയും കൊള്ളയടിച്ച് ആ പൈസ കൊണ്ട് ഇവിടെ ഉള്ള എല്ലാവരും കൊടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ PR കൊടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ, അതൊരു സൂപ്പർ പവറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു സൂപ്പർ പവറാണ് പുള്ളി പറഞ്ഞത്. എന്നിട്ട് ബിഗ് ബോസിനെ വരെ വിലക്കെടുക്കും, PR-നെ വെച്ച് വോട്ട് ചെയ്യിപ്പിച്ച് ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ കപ്പ് എടുക്കുന്നതിലൂടെ കിട്ടുന്നത് ക്യാഷ് പ്രൈസ് ആണല്ലോ. സകല ബാങ്കുകളും കൊള്ളയടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസിലേക്ക് വരണമെന്നുള്ളത് വേറെ ചോദ്യം. എന്തായാലും ഇതൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഇതിനകത്ത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നിയ സൂപ്പർ പവറുകൾ എന്ന് പറയുന്നത്, ഏറ്റവും നന്നായിട്ട് തോന്നിയ ഒന്ന്, കൺവിൻസിംഗ് ആയി തോന്നിയ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സാബു പറഞ്ഞതാണ്. രണ്ടാമത് ആദില പറഞ്ഞതും ആര്യം പറഞ്ഞതും വലിയ കുഴപ്പമില്ലാതെ തോന്നി. മായാവിയുടെ കേസും അക്ബർ പറഞ്ഞതും വലിയ കുഴപ്പമില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.